എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ? ഇന്ന് ഈ ലോകത്തെ നോക്കി കർത്താവ് കരയുകയാണ്. ഈ ലോകത്തെ നോക്കി സ്വർഗം നൊമ്പരപ്പെടുകയാണ്. അമ്മ മാതാവ് ലോകത്തിന് പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് രക്തക്കണ്ണീരൊഴുക്കുക. ഇത് ഒരു നേരം പോക്കല്ല, സ്വർഗത്തിന്റെ വേദനയാണ് അമ്മ മറിയത്തിലൂടെ വെളിപ്പെടുന്നത്. ലോകത്തിന്റെ പാപങ്ങളും അതിക്രമങ്ങളും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും മ്ലേച്ഛതകളും. നമുക്കറിയാം, ഈ സമയത്ത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, ഇത്രയും പ്രതിസന്ധികളും ഇത്രമാത്രം കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടും ഒരു മാറ്റത്തിലേക്ക്, അനുതാപത്തിലേക്കും അധികം പേര് വരുന്നില്ല. ലൈംഗിക അതിക്രമങ്ങള്, വഴിവിട്ട ജീവിതങ്ങള്, അനീതികൾ, അക്രമങ്ങള്, ഇതല്ലേ നമ്മൾ എല്ലാ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ലോകത്തിന്റെ അതിക്രമങ്ങളെ നോക്കി സ്വർഗം നൊമ്പരപ്പെട്ട് കരയുകയാണ്. അമ്മ വേദനിക്കുകയാ. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് രക്തക്കണ്ണീര് പൊഴിയുകയാണ്. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം വിവിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ലാസലേറ്റും ഫാത്തിമയും, എല്ലാവരും ചേർന്ന് പാടിക്കേ, മെജുഗുറിയായും. അതോടെ എന്താ സ്വർഗം നമ്മോട് സംസാരിക്കുന്നത്? ഇനിയും അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, കർത്താവിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ലോകത്തിന് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. ഇത് ഇന്നും ഇന്നലെയും വെളിപ്പെട്ട സത്യങ്ങളല്ല ദൈവമക്കളെ. ദൈവം തരുന്ന അടയാളങ്ങള്, കർത്താവിന്റെ സ്നേഹത്തിന്റെ താക്കീതുകൾ നമ്മൾ അവഗണിക്കരുത്, അത് നെഗ്ലക്ട് ചെയ്ത് പോകരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ് സഭയോട് പറഞ്ഞു. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ, ഞാൻ വിശ്വസിക്കുന്നു. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഫൈനൽ അവറിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുക. ക്ലേശപൂർണമായ സമയങ്ങള് നമ്മൾ ജീവിക്കാൻ പെടാപ്പാടുപെടുകയാ. ഒരുപാട് കഷ്ടങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമ്പത്തികമായ വലിയ വലിയ പ്രതിസന്ധികള്, അനേകം ബിസിനസ്സുകൾ പരാജയപ്പെട്ടു, ഒരുപാട് വ്യക്തികളുടെ ജോലി നഷ്ടപ്പെട്ടു, കുടുംബങ്ങളിൽ അസ്വസ്ഥതകള്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുഴുവൻ ഓൺലൈനില്, അവരുടെയൊക്കെ ഫ്രീഡം നഷ്ടപ്പെട്ടു. എത്ര കുഞ്ഞുങ്ങളെ മാനസികമായി വേദനിച്ച് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് വ്യക്തികൾ വിശ്വാസ ക്ഷയമുണ്ടാകുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തൻ്റെ സഭയോട് പറയുകയാ, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ അത് സഭയിലും സംഭവിക്കും, ലോകത്തിലും ഉണ്ടാകും. ഈ സമയത്തുള്ള മനുഷ്യരുടെ പ്രത്യേകത എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ വചനം കാണിച്ചു തരുന്നത്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും. വലിയ പ്രതിസന്ധിയാണ് ഡിസൊബീഡിയൻസ്. മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കള്, അധ്യാപകർ അനുസരിക്കാത്ത വിദ്യാർത്ഥികള്, തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാകാം എവിടെയാവട്ടെ, അവിടെ അധികാരികളോട് റിബല്യസ് ആയി, എതിർപ്പോടെ, വിപരീത ബുദ്ധികളോട് പെരുമാറുന്നവരെ ഇന്ന് എതിർപ്പിന്റെ അരൂപി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എവിടെയും വിഘടിത ബുദ്ധികള്, അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്, അത് ഈ കാലഘട്ടത്തിന്റെ ശക്തമായ അടയാളമാണെന്ന് വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മ പറയാണ്. എത്ര മാതാപിതാക്കളെ മക്കളെ ഓർത്ത് ചങ്ക് പൊട്ടിക്കരയുന്നത്. അനുസരിക്കുന്നില്ല, പറഞ്ഞാൽ ഒന്നും അനുസരിക്കുന്നില്ല.
അവര് എതിര് പറയുന്നു. മാതാപിതാക്കളെ വേദന മനസ്സിലാക്കി പെരുമാറാനും ജീവിക്കാനും കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് മക്കളുടെ മാത്രം അവസ്ഥയല്ല, എല്ലായിടങ്ങളിലും ആത്മീയമായും ഭൗതികമായും എല്ലാ തലങ്ങളിലും ഈ ഡിസൊബീഡിയൻ സ്പിരിറ്റ് ഓഫ് റിബിലിയസ്, എതിർപ്പിന്റെ ആത്മാവ്, മത്സരബുദ്ധിയുടെ ആത്മാവ്, വിപരീത ബുദ്ധിയുടെ ആത്മാവ് ഇന്ന് ശക്തമായി ലോകത്തിലും സഭയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കാലത്തിന്റെ ഒരു അടയാളമാണ്. പൗലോസ് പറഞ്ഞ അനുസരിക്കാത്തവരുണ്ടാകും, ദൈവദൂഷകരെ, ദൈവത്തെ നിഷേധിക്കുന്നവരെ, സ്വാർത്ഥ സ്നേഹികള്, അഹങ്കാരികള്, ഗർഭിഷ്ഠര്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ധനമോഹികള്. വീണ്ടും പരിശുദ്ധാത്മ പറയുകയാണ്, കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. എന്താണ് അവരുടെ പ്രത്യേകത? അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. അപവാദങ്ങൾ, ഗോസിപ്പുകൾ, അപഖ്യാതികൾ പറയാ, അപവാദങ്ങൾ പറയുന്നവരും, ആത്മനിയന്ത്രണമില്ലാത്തവരും, ക്രൂരന്മാരും, നന്മയെ വെറുക്കുന്നവരും, വഞ്ചകരും എടുത്തുചാട്ടക്കാരും, അഹന്തയുള്ളവരും അതെല്ലാവരും ശ്രദ്ധിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ഇതാണ് സ്വർഗത്തിന്റെ വേദന. ഇത്രയും അടയാളങ്ങളും മുന്നറിയിപ്പുകളും പലവിധത്തിലുള്ള സ്നേഹത്തിന്റെ താക്കീതുകളെല്ലാം പലപ്പോഴും ദൈവമായ കർത്താവ് നൽകിയിട്ടും അനുതാപമില്ലാതെ, മാനസാന്തരമില്ലാതെ, പാപം വിട്ടുപേക്ഷിക്കാതെ, തിന്മയുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിട്ടുകളയാതെ വീണ്ടും ജഡീകതയിലും മ്ലേച്ഛതയിലും പാപത്തിലും സുഖലോലുപതയിലും ആസക്തികളിലും ജീവിതം ആവേശത്തോടെ ജീവിച്ചു തീർക്കുന്ന ജനകോടികളെ നോക്കി സ്വർഗം കരയുകയാണ്. പൗലോസ്ലീഹ പറയാ, നമ്മൾ ലോകത്തിന് വേണ്ടി നിലവിളിക്കേണ്ടവരെ ദൈവമക്കളെ. നമ്മൾ ലോകത്തിന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഇതിന്റെ നടുവിൽ ലോകത്തിന്റെ അവസ്ഥയെ പരിശുദ്ധാത്മ കാണിച്ചു തന്നെ. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അമേരിക്ക പോയാലും, യൂറോപ്പിൽ പോയാലും, അത് ഓസ്ട്രേലിയ പോയാലും, ഇനി നമ്മുടെ ഭാരതത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഈ കാര്യം ലോകത്തിന്റെ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമല്ല, ലോകവ്യാപകമായി ഈ വിധം ഒരു ശൈലിയിലേക്ക് മനുഷ്യർ കടന്നു വന്നു. ദൈവനിഷേധം എല്ലായിടത്തും പെരുകിക്കൊണ്ടിരിക്കുക, ദൈവദൂഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ലൈംഗികമായ അരാജകത്വങ്ങൾ ഇന്ന് ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുക. വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും. വ്യക്തമായി പരിശുദ്ധാത്മ സഭയോട് പറയുന്നത്, കുടുംബം ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നം എന്താ? ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തതയാണ്. ഭാര്യ ഭർത്താക്കന്മാരിലുള്ള അവിശ്വസ്തത സ്വർഗത്ത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ കരച്ചിലാണ്. വളരെ പരിപാവനമായ വിവാഹം എന്ന കുദാശ ഇന്ന് പിശാച് മലിനപ്പെടുത്തുന്നു. അതിലൂടെ കുടുംബങ്ങളെ താറുമാറാക്കി എല്ലായിടങ്ങളിൽ ദുഷിപ്പ് വരുത്തി ഈ തലമുറയെ നശിപ്പിക്കുകയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ആരെല്ലാം കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നുവോ, ഈ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആരെല്ലാം കർത്താവിന്റെ കൃപയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ, അവരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും.